Hello friends, welcome to IMA Matrix. ഈ വീഡിയോയുടെ തംബ്നെയിലും ടൈറ്റിലും നിങ്ങൾ കണ്ട പോലെ തന്നെ RRB ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട്. 14,000 വാക്കൻസി ഉള്ള ഈ പോസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, അതുപോലെ എന്തൊക്കെയാണ് ഈ എക്സാമിന് പഠിക്കേണ്ട കാര്യങ്ങൾ, എത്ര പരീക്ഷകളുണ്ട്, എങ്ങനെ നല്ല രീതിയിൽ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഇസ്മായിൽ കാരടി, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് IMA മാട്രിക്സ്. അപ്പോൾ ഈ എക്സാമിന് ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, ബിടെക് എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യുക. അതുപോലെ BSc ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ വിഷയങ്ങൾ കംപ്ലീറ്റ് ചെയ്തവർക്കും കുറച്ച് വാക്കൻസീസ് ഉണ്ട്. മൊത്തം 14,000 വാക്കൻസി ഉള്ളതിൽ ജൂനിയർ എഞ്ചിനീയർ എന്ന പോസ്റ്റിന് മാത്രം 13,000 വാക്കൻസികളുണ്ട്. അപ്പോൾ ഏത് ബ്രാഞ്ചാണോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് അതുമായി ബന്ധപ്പെട്ടുള്ള തസ്തികകളിലേക്ക് നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ RRBയുടെ വെബ്സൈറ്റിലേക്ക് ഉള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് ഈ മാസം 2-ാം തീയതി മുതൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ ജാനുവരി 31 വരെ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 5 വരെ നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടിയിട്ട് ഫീസ് അടക്കാം. 500 രൂപയാണ് ജനറൽ കാറ്റഗറി ഉള്ളവർക്ക് ഫീസ്. OBC, SC, ST എന്നിവർക്ക് 250 രൂപ. ഈ രൂപ നിങ്ങൾക്ക് ഫീ നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ALP എക്സാമിൽ എന്താണോ നടന്നത് ഏകദേശം അതേ രീതിയിലാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഉള്ളത്. എക്സാം ഉണ്ടാവാൻ സാധ്യത ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ഇനി എക്സാമിന് എന്തൊക്കെ പഠിക്കാം, ഏതൊക്കെ രീതിയിലാണ് ഈ എക്സാംസിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്നിവ നോക്കാം. 18 മുതൽ 33 വരെ വയസ്സുള്ളവർക്കാണ് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഏജ് റിലാക്സേഷൻ ഓഫേഴ്സ് നോർമലി സെൻട്രൽ ഗവൺമെൻറ് ജോലികൾക്കുള്ള പോലെ ഈ പോസ്റ്റിനും ഉണ്ട്. അപ്പോൾ അതൊന്നും കൂടെ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് റെയിൽവേയുടെ വെബ്സൈറ്റിലും ഉണ്ട്. ഇതിൻ്റെ താഴെയുള്ള ലിങ്കിൽ അതിനുള്ള PDF കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് തന്നെയാണ് വരുന്നത്. 13,000 വാക്കൻസി ഉള്ള. പിന്നെ ഡിപ്ലോമ മെറ്റീരിയൽ സൂപ്പറിൻറ്റൻഡൻറ്റ് എന്ന് പറഞ്ഞുള്ള പോസ്റ്റ് ഉണ്ട്. ജൂനിയർ എഞ്ചിനീയർ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞുള്ള ഒരു പോസ്റ്റും ഉണ്ട്. അതുപോലെ കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റൻറ്റ്. ഇതിൽ 13,000 പോസ്റ്റുകളും ജൂനിയർ എഞ്ചിനീയർ എന്ന് കോമൺ ആയിട്ടുള്ള കാറ്റഗറിയാണ്. അതിൽ തന്നെ ഓരോ ബ്രാഞ്ചിനനുസരിച്ച് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് രണ്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോസ്റ്റുകളാണ്. പിന്നെ ഇതിൻ്റെ പ്രൊസീജിയർ എന്നാണ് സെലക്ഷൻ പ്രൊസീജിയർ. 2 എക്സാമുകളാണുള്ളത്. 2 എക്സാമുകളും പിന്നെ നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ്, അങ്ങനെ 4 സ്റ്റേജുകളാണുള്ളത്. ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ RRB ALP എക്സാമിന് അല്ലെങ്കിൽ ഗ്രൂപ്പ് D എക്സാമിനൊക്കെ പ്രാക്ടീസ് ചെയ്തവർക്ക് അറിയാം. ആദ്യത്തേത് എന്താണ്, ക്വാളിഫിക്കേഷൻ സ്റ്റേജ് ആണ്. CBT 1 എന്ന് പറയും, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. ആദ്യത്തെ ഭാഗം ഓൺലൈൻ ആയിട്ടുള്ള എക്സാമുകളാണ് രണ്ടും. അപ്പോൾ ആദ്യത്തെ എക്സാമിൽ നിങ്ങൾക്ക് 100 മാർക്കിൻ്റെ എക്സാം ആവും ഉണ്ടാവുക. 100 മാർക്കിൻ്റെ എക്സാം എഴുതാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയം 90 മിനിറ്റ് ആവും. ആ 90 മിനിറ്റിൽ തന്നെ നമുക്ക് പഠിക്കേണ്ട ഭാഗങ്ങൾ മാത്സ് 30 മാർക്ക്, റീസണിങ് 25 മാർക്ക്, ജനറൽ അവയർനെസ് GK വെറും 15 മാർക്കിനാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ PSCക്ക് പഠിക്കുന്ന പോലെ ഇതിന് പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല, നമുക്ക് ഒരിക്കലും ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. സയൻസിന് 30 മാർക്കും ഉണ്ട്. അപ്പോൾ ഒരുപാട് GK പഠിച്ചു പോയിട്ട് ഇതിൽ കാര്യമില്ല. നമുക്ക് ഇതിൽ ക്വാളിഫൈ, ഫസ്റ്റ് സ്റ്റേജ് ജസ്റ്റ് ക്വാളിഫിക്കേഷൻ ആണ്. ആ മാർക്ക് നമ്മുടെ സെക്കൻഡ് സ്റ്റേജിലേക്ക് ആഡ് ആയിട്ട് വരില്ല. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ പാസ്സാവാനുള്ള കണ്ടൻസ് എവിടെ നിന്നാണോ കിട്ടുക അത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 55 മാർക്കിന് മാത്സ് ആൻഡ് റീസണിങ് ഉണ്ട്. ആ ഭാഗത്തിൽ നിങ്ങൾ നല്ല സ്പീഡായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ അക്കാദമിയിലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, അതുപോലെ എൻ്റെ ആപ്പിൽ ഒരുപാട് മാത്സ് ടോപ്പിക്കുള്ള ക്ലാസ് ഉണ്ട്. ആ ടോപ്പിക് വൈസ് തന്നെ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാത്സിൽ സ്പീഡ് ആവണം, എന്നാൽ മാത്രമേ ഇതിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 100 ക്വസ്റ്റ്യൻസും 90 മിനിറ്റും ആണുള്ളത്. അപ്പോൾ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് ആ 55 മാക്സിമം മാർക്കുകൾ സ്കോർ ചെയ്യുക. അതുപോലെ കുറച്ച് മാർക്സ് ഒക്കെ നമുക്ക് എന്തായാലും സയൻസിൽ നിന്ന് കിട്ടും. 30-ൽ ഒരു 10 മാർക്കെങ്കിലും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. SLC ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. തീർച്ചയായും കുറച്ച് മാർക്ക് അതിൽ നിന്നും കുറച്ച് GKയിൽ നിന്നും എടുക്കാൻ ശ്രമിക്കുക. എന്നാൽ തന്നെ നമുക്ക് ഇതിൽ ക്വാളിഫൈ ചെയ്യാം. ഇതിൻ്റെ കട്ട് ഓഫ് ഏകദേശം 60 ഒക്കെ ആയിരിക്കും വരിക. 60-65 റേഞ്ചിലായിരിക്കും ഫസ്റ്റ് സ്റ്റേജിൻ്റെ കട്ട് ഓഫ് വരിക. അപ്പോൾ ആ രീതിയിലുള്ള മാർക്കിലേക്ക് എത്താൻ ശ്രമിക്കുക. പിന്നെ വരുന്നത് സെക്കൻഡ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് ക്വാളിഫൈ ആയവരുടെ ഷോർട്ട് ലിസ്റ്റ് ഇടും. അതായത് എത്ര വാക്കൻസി ആണോ ഉള്ളത് അതിൻ്റെ 15 ഇരട്ടി ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടാവും. അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ എത്തിപ്പെടാൻ വലിയ പണിയില്ല. അതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റേജിന് CBT 2 വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. CBT സ്റ്റേജ് 2-ൽ നമ്മുടെ വിഷയം ഏതാണോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 100 മാർക്കിൻ്റെ പരീക്ഷ ഉണ്ടാവും. അതിന് പുറമെ ഒരു 50 മാർക്ക്, അതായത് 150 മാർക്കാണ് മൊത്തം ഈ പരീക്ഷയിൽ വരുന്നത്. 2 മണിക്കൂർ സമയം ഉണ്ടാവും. ഇതിലും GK 15 മാർക്കേ ഉള്ളൂ. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 15 മാർക്ക് ഉണ്ട്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് 10 മാർക്ക്. ബേസിക്സ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോളും 10 മാർക്ക്. ഈ കാര്യങ്ങളെല്ലാം കൂടെ 50 മാർക്ക്. നമ്മുടെ ട്രേഡ് ഏതാണ്, ഇപ്പോൾ ഞാൻ ഇലക്ട്രോണിക്സ് ആണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 100 മാർക്ക് ഇലക്ട്രോണിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇലക്ട്രിക്കൽ ആണെങ്കിൽ 100 മാർക്ക് ഇലക്ട്രിക്കലിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ആ രീതിയിൽ നമ്മുടെ ട്രേഡ് ഏതാണോ അതിനുള്ള ഒരു 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് രണ്ടും കൂടെ
150 മാർക്ക് 2 മണിക്കൂർ. ഓൺലൈൻ ടെസ്റ്റ് തന്നെയാണ്, വീണ്ടും നെഗറ്റീവ് മാർക്സ് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഇതിനും ആദ്യത്തെ സ്റ്റേജ് ക്വാളിഫൈ ആയവർക്ക് മാത്രമേ രണ്ടാമത്തെ സ്റ്റേജ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷമാണ് നമ്മുടെ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ ഉണ്ടാവുക. അതിനുശേഷം മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിംഗ് ഉണ്ടാവും. ഇത് രണ്ടും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ ജോബിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ ഈ എക്സാം ഏകദേശം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് CBT 1 ക്ലിയർ ചെയ്യാം. അതിനുശേഷം CBT 2 വേണ്ടിയുള്ള പ്രിപ്പറേഷനും തുടങ്ങാം. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ എല്ലാവരും ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ബന്ധപ്പെട്ട വേറൊരു കാര്യം, ഈ ജാനുവരി 31 മുമ്പ് നമ്മുടെ റിസൾട്ട് നമ്മുടെ കയ്യിൽ ഇല്ലാത്തവർക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് അതിനു മുമ്പ് റിസൾട്ട് പാസ്സായവർക്ക് മാത്രമേ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. റിസൾട്ട് അവൈറ്റിംഗ് ആയിട്ടുള്ള ആർക്കും ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബിടെക്കോ അല്ലെങ്കിൽ ഡിപ്ലോമയോ കംപ്ലീറ്റ് ചെയ്തവർക്ക് ഒരു ഗവൺമെന്റ് ജോബ് കിട്ടാനുള്ള ഒരു സുവർണ അവസരമാണ്, ഒരു പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ജൂനിയർ എഞ്ചിനീയർ. കാരണം 14,000 ഒഴിവുകളുണ്ട്. അത്രയും കൂടുതൽ ഒഴിവുകളുള്ള പോസ്റ്റുകൾ വല്ലപ്പോഴേ വിളിക്കാറുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ പഠിച്ചിട്ട് ഈ പോസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഈ പോസ്റ്റ് നേടാൻ എല്ലാവരും നല്ല രീതിയിൽ പരിശ്രമിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ ഫ്രം IMA Matrix.